കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവേണ്ടതാണ് ശരിക്കും പറഞ്ഞ കുടുംബം. പക്ഷേ മിക്കപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ അങ്ങനെയൊന്നും അല്ല നടക്കാറ്. അതാണ് റിയാലിറ്റി. നാരായണീൻ്റെ 3 ആൺമക്കൾ. ഒരു കുടുംബത്തിനകത്ത് നടക്കുന്ന നാരായണി എന്ന് പറയുന്ന അമ്മയുടെ 3 ആൺമക്കളായിട്ടുള്ള അവർ തമ്മിലുള്ള അവരുടെ റിലേഷൻസിൻ്റെ, അവരുടെ കോൺഫ്ലിക്ട്സിൻ്റെ, അവരുടെ ഇമോഷണൽ ടർമോയിൽസിൻ്റെ കഥ പറയുന്ന ഒരു പടമാണ്. ഇതൊരു വളരെ സ്ലോ ആയിട്ട് പോകുന്ന, കാം, ക്വയറ്റ് ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് പോകുന്ന ഒരു സിമ്പിൾ പടമാണ്. നമുക്ക് വലിയതായിട്ടൊന്നും ചിന്തിക്കാതെ ചുമ്മാ പോയിരുന്ന് കണ്ട് നമ്മൾക്ക് ഈ അടുത്ത കാലത്തൊന്നും തിയേറ്ററിൽ നിന്ന് കിട്ടാത്ത ഒരു വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു കുഞ്ഞു സിനിമയാണ്. പക്ഷേ ഇതിൽ നമുക്ക് കണക്റ്റ് ആവുന്ന ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. ജോജു ജോർജ് ചെയ്ത ക്യാരക്ടർ ആവട്ടെ, അലൻസിയർ റിട്ടൻ ചെയ്ത ക്യാരക്ടർ ആവട്ടെ, സുരാജ് വെഞ്ഞാറമ്മൂട് ചെയ്ത ക്യാരക്ടർ ആവട്ടെ, എല്ലാം തന്നെ നമുക്ക് വളരെയധികം കണക്ട് തോന്നും. നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ള കഥാപാത്രങ്ങളെ പോലെ തോന്നും. നമ്മുടെയൊക്കെ ബന്ധു വീടുകളിലുള്ള ചില മമ്മരെ പോലെ, അല്ലെങ്കിൽ ആൻറ്റിമാരെ പോലെ, അങ്ങനെ ഒരുപാട് ആൾക്കാരെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു കഥയാണ്. ആൻഡ് ഇറ്റ്സ് സിമ്പിൾ ആയിട്ടുള്ളൊരു കഥ. നമ്മൾ സാധാരണഗതിയിൽ കാണുന്ന പടങ്ങളിലുള്ള പോലത്തെ ട്വിസ്റ്റോ ടേൺസോ അങ്ങനെ ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട്, വളരെ റിയലിസ്റ്റിക് ആയിട്ട് ട്രീറ്റ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവി, ഒരു കുഞ്ഞു സിനിമ. ഇതിലെ പെർഫോമൻസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഗാർഗി അനന്തൻ, ഷീസ് മൈ ഫ്രണ്ട്, കസിൻ. അവൾ ഈ സിനിമയിലുണ്ട് എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണുന്നത് തന്നെ. ആൻഡ് ഷീ ഡിഡ് ഹർ പാർട്ട് വെരി വെൽ. പേഴ്സണലി ആ ഒരു ക്യാരക്ടറിനോട് നമുക്ക് തോന്നുന്ന ഒരു അടുപ്പം, ആ ഒരു ക്യാരക്ടറിനെ നമുക്ക് തരുന്ന ഒരു ഫീല് ഓരോ ഫ്രെയിമിൽ കാണുമ്പോഴും, അവരുടെ ഓരോ മൊമെൻസിലും അവർ ഉള്ളിൽ അണ്ടർഗോ ചെയ്യുന്ന ഇമോഷൻ എന്താണെന്നുള്ളത് അവരുടെ മുഖത്ത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമുക്ക് അതുകൊണ്ട് തന്നെ അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അവരെന്തായിരിക്കും ചിന്തിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ പടത്തിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ ക്യാരക്ടേഴ്സും, എല്ലാ ആക്ടേഴ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവരവരുടെ റോളുകൾ ചെയ്തിട്ടുള്ളത്. അവരുടെ മുഖം കാണുന്ന സമയത്ത് തന്നെ അവർ ഉള്ളിൽ അണ്ടർഗോ ചെയ്യുന്നത് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അവർ ദേഷ്യമാണോ, അല്ലെങ്കിൽ സഹതാപമാണോ, അല്ലെങ്കിൽ സങ്കടമാണോ, എന്താണ് അവർ ക്യാരി ചെയ്യുന്ന ഇമോഷൻ എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. അധികം വാക്കുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ തന്നെ അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതൊരു നല്ല ആക്ടേഴ്സിന് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. ആൻഡ് ഐ റിയലി ലൈക്ക് ദാറ്റ് അബൌട്ട് ദിസ് മൂവി. പിന്നെ പറയേണ്ടത് അതിൻ്റെ സിനിമാറ്റോഗ്രാഫി വളരെ നാച്ചുറലായിട്ട്, വളരെ റിയലായിട്ട്, നമ്മൾ അവിടെ ഉണ്ട്, നമുക്ക് ആ സ്ഥലമൊക്കെ അറിയാം, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഭയങ്കര ബ്യൂട്ടിഫൈ ചെയ്യാനുള്ള അധിക ശ്രമങ്ങളോ ഒന്നും നടന്നിട്ടില്ല. വളരെ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ റിയൽ ലൈഫിൽ കാണുന്നത് പോലെയുള്ള തരത്തിലാണ് അത് പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. അത് ശരിക്കും ഈ പടത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത് നമ്മൾ സിനിമകളിൽ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക്കാണ്. വളരെ സോഫ്റ്റാണ്, വളരെ കാമാണ്, വളരെ സൂത്തിങ് ആണ്, എന്നാൽ ഡിഫറൻറ്റുമാണ്. നമുക്കൊരു റെഫറൻസ് പോയിന്റ് ഈ പടത്തിലെ പാട്ടുകൾക്കോ മ്യൂസിക്കോ ഒന്നും പറയാൻ പറ്റില്ല. എന്നാൽ കറക്റ്റായിട്ടുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാൻ ആ മ്യൂസിക്കിന് സാധിച്ചിട്ടുമുണ്ട്. എനിക്ക് ഈ ഒരു മൂവി കണ്ട സമയത്ത് തോന്നിയൊരു കാര്യം, ഞാൻ ഇതിനു മുന്നേ ഇതുപോലൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് തന്ന ഒരു പടം കണ്ടത് എനിക്ക് തോന്നുന്നത് മഞ്ചാടിക്കുരു എന്ന് പറഞ്ഞ അഞ്ജലി മേനോൻ സിനിമ കണ്ടപ്പോഴാണ്. അതൊരു ഇതുപോലത്തെ സിനിമയെന്ന് പറയാൻ പറ്റില്ല, കൈൻഡ് ഓഫ് ഒരു സിമിലർ ഫീൽ തന്നൊരു പടമായിരുന്നു. ആൻഡ് ഐ ഓൾസോ ലവ് ദാറ്റ് മൂവി. സാധാരണ നാരായണീൻ്റെ 3 ആൺമക്കൾ പോലെയുള്ള ഇമോഷണൽ ഡ്രാമ, അല്ലെങ്കിൽ ഫാമിലി ഡ്രാമ, റിലേഷൻഷിപ്സ് തമ്മിലുള്ള ടേമോയിൽസിൻ്റെ കഥ പറയുന്ന പടങ്ങൾ ഒക്കെ തന്നെ ഞാൻ ഫിലിം ഫെസ്റ്റിവൽസിലാണ് കണ്ടിട്ടുള്ളത്. അതൊരു തിയേറ്ററിക്കൽ റിലീസായിട്ട് വന്ന് ഞാൻ തിയേറ്ററിൽ പോയി അധികം കാണാൻ എനിക്ക് പറ്റിയിട്ടില്ല. ആ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് കൈൻഡ് ഓഫ് വ്യൂയിങ് എക്സ്പീരിയൻസ് ഈസ് ന്യൂ ടു മീ. പുതിയതാണ്. ഞാൻ ഇങ്ങനൊരു പടം തിയേറ്ററിൽ പോയി സാധാരണഗതിയിൽ കാണാറില്ല. പക്ഷെ ഇന്ന് കണ്ടു ആൻഡ് ഇറ്റ് ഫെൽറ്റ് ഗുഡ്. മേ ബി നമുക്ക് നമ്മുടെ ഒരു പേഷ്യൻസ് ലെവൽ കുറവാണെന്നുള്ളത് കൊണ്ട് ചിലപ്പോൾ പടം കുറച്ച് ലാഗല്ലേ, സ്ലോ അല്ലേ എന്നൊക്കെ തോന്നിയേക്കാം. എന്നാലും കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞ് സിമ്പിൾ ഫീൽ ഗുഡ് ഫാമിലി ഡ്രാമ.